ആവശ്യം എപ്പോഴേ എന്തൊക്കെ ഒരു ആവശ്യം ഉണ്ടാവാൻ. അതോ എന്റെ ഇടത്തെ കണ്ണ് അത് വല്ലാതെ തുടിക്കുന്നുണ്ട്, ഇളകി വശാവുണ്ട്, തുടിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തോ ആപത്ത് പോലെ ഇരിക്കുന്നു. ഓടെ പരിഭ്രമിക്കണ്ട. ഈ ഇടത്ത് അധികം നടന്ന് തുടങ്ങേണ്ടി വരും തോന്നുന്നില്ല. ആ പടകളോടുകൂടെ കഴിഞ്ഞിരിക്കണു. ഇനി പരിഭ്രമിക്കല്ല വേണ്ടത്. ഇനി ആപത്തല്ല വേണ്ടത്. ഇനി സമ്പത്ത് ഉണ്ടാവുക, നല്ല കാലം വരാൻ പോണത്. അങ്ങേക്ക് അത്രമതി സുഖത്തെ അവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാ വ്യക്തമാക്കണ? പേടിക്കാനൊന്നുമില്ല. എന്തോ എനിക്ക് വലുതായിരിക്കുന്ന ഒരു ആവശ്യക എന്തോ ആപത്ത് പറ്റാൻ പോകുന്നുണ്ട്. അതിന്റെ ദുസൂചനയാണോ എന്നാ തോന്നുന്നത്. എന്റെ കണ്ണ് വല്ലാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഉണ്ടാവാൻ ബോധമില്ല. ഞാൻ ചിലപ്പോ വളരെ എങ്ങനെയാണ് അതുകൊണ്ടാണോ ആ പേരില് അതിവേഗത്തിൽ പോരണ വഴിക്ക് ഉണ്ടായി എന്റെ കയ്യിൽ നിന്ന് ആ ഗാത്രിക വീണു. അപ്പൊ അത് കയ്യിൽ നിന്ന് പറന്നുപോയി. അത് എവിടെയാ വിൽക്കണമെന്ന് നോക്കാനും ഞാനൊന്നുമില്ല. കാരണം ഞാൻ ചിലപ്പോൾ അപ്പൊ അതിനോട് വിൽക്കണമെന്ന് കരുതി ഞാൻ അവിടെ പിടിച്ചു നിൽക്കാനുണ്ടായത്. അത് വീണ് പോയി. ചിലപ്പോ അതുകൊണ്ടാവും വളരെ അതിന്റെ വകയാവും. എന്തായാവും നിന്നെ താനീ കാട്ടിയത്? എന്തിനാ താങ്കളെ വന്നത്? എന്നോട് എന്താ കാട്ടിയത്? എനിക്ക് വിശേഷമായിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ലേ? എന്നോടല്ല ചോദിക്കുന്നത്. ഇത് കളഞ്ഞ ആളുകളോട് ചോദിക്കണം. ആരാ തത്വഭംഗ ഉപദ്രവം വീട്ടിച്ചേക്കുന്നത്? അല്ലാതെ എന്നോട് എന്തിനാണ് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഞാൻ രാത്രിയെ നോക്കുമോ, എന്റെ പ്രാണങ്ങൾ നോക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത്ര വേഗത്തിൽ ആ പേര് പോരുന്നേ. അപ്പോ ഞാൻ അതാണ് നോക്കുന്നുണ്ടായത്. അല്ലാതെ കണ്ട് എവിടെയാ ഗാത്രിക എവിടെ? മാത്രമല്ല ഇനി അതെല്ലാം ഉപയോഗം ഉണ്ടാവും. അതുകൊണ്ട് ഇനി പ്രയോജനം ഉണ്ടാവില്ല. ഇനിയിപ്പോ അത് വേണമെങ്കിൽ പേരിന് മാത്രം വയ്ക്കാതെ ഉള്ളൂ. അല്ലാതെ അത് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്നില്ല. ആ കാലത്ത് അതിക്രമിച്ചിരിക്കുന്നതും ഇത് മാത്രമല്ല ഉടമസ്ഥന്റെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് അതിനെ കുറിച്ച് അങ്ങനെയൊന്നല്ല. താൻ എന്താ കാട്ടിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു കൂട്ടർ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴോ കാര്യം ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് നിശ്ചയില്ലാതെ കണ്ടായി. അങ്ങനെ ഞാൻ വല്ലാതെ കണ്ടായി പരിഭ്രമിച്ചു നിൽക്കുക. കാരണം ചെയ്ത് നോക്കില്ല, എവിടെയാ പോയതൊന്നും അറിയാൻ വയ്യ. അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ തന്നെയാണോ വരുന്നത്? നേരെ വരേണ്ടത്. അത് മാത്രമല്ല വളരെ എന്നെയായിട്ട് ഉണ്ടായി. ആരാ? ഞാൻ ഗൃഹാധ്വരൻ എന്ന് പേര് കേട്ടുള്ള യാദവനാണ്. എന്നെ ധർമ്മപുത്ര മഹാരാജാവ് അങ്ങേ അന്വേഷിക്കാനായിട്ട് കാരണം തീർത്ഥസ്ഥാനത്തിന് പുറപ്പെട്ട് ഒരു സംവത്സരം കഴിഞ്ഞ് കാലം കുറവ് ഇങ്ങനെ ദീർഘിക്കണം. അപ്പോ അങ്ങനെ എവിടെയാണ് എന്താണ് ആയിരിക്കണമെന്ന് അന്വേഷിക്കാനായിട്ട് എന്നെ പറഞ്ഞു വെച്ചതാണ്. അങ്ങനെ അന്വേഷിച്ച് അങ്ങ് ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞ് അങ്ങേ കാണാനായിട്ട് വന്നതാണ്. അവിടെ അങ്ങേ കാണാതെ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള സകല ജനങ്ങളും വല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ തകർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേഗം ചെന്ന് പറഞ്ഞേക്കൂ, എനിക്ക് അകത്തൊന്നും പറ്റിയിട്ടില്ല, ഞാൻ വലിയ ആളാണെന്ന് പറയുന്നത് വരുന്നുണ്ട്, അകത്തേക്ക് വരുന്നുണ്ട്, എല്ലാവരോടും സമാധാനമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇത് അങ്ങേക്കുള്ളതാണ്. എന്താണ് ഇത്? ഞാൻ വരണ വഴിക്ക് കിട്ടിയതാണ്. എനിക്ക് ന്യൂസ് നടക്കുന്ന സമയത്ത് ആ വഴി കടന്ന് കിട്ടിയതാണ്. അതിൽ അങ്ങയുടെ പേര് ഇങ്ങനെ ആലേഖനം ചെയ്ത് കണ്ടു, അതിൽ എഴുതി കണ്ടു. അപ്പൊ അന്നുമായിട്ട് എന്തോ ബന്ധമുള്ള വിഷയമാണെന്ന് കരുതി ഞാനത് കയ്യിൽ കരുതിയതാണ്. അങ്ങേക്ക് തരാന്ന് കരുതിയത്. എപ്പോഴേ നോക്കിപ്പോ ആ രാത്രിയെ ഞാൻ
സമാധാനമായിട്ട് ഇരിക്കുന്നു, ഒന്ന് പോയി കിട്ടിയോ എന്ന്. ഇത് എന്നെ വിട്ട് പോകും തോന്നുന്നില്ല. ഇനിയിപ്പോ വലിയ താമസം കാവില്ല തുടരട്ടെ, വിചാരിച്ച പോലെ തന്നെയാണ് അല്ലാതെ അത് വെച്ചോളൂ, സൂക്ഷിച്ചോളൂ, ഇനി കളയണ്ട. വളരെ അങ്ങേറെ കയ്യിൽ വലിയ ഭേദം. കാരണം എന്റെ കയ്യിൽ ഇരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ചിലപ്പോ ഇനി നഷ്ടപ്പെട്ടാലോ? ഇതൊന്നും നഷ്ടപ്പെടില്ല. ഓരൊക്കെ വിശേഷമായിട്ടുള്ളതാണ്. എനിക്കതിനോട് പ്രത്യേകിച്ച് പ്രതിപറ്റൊന്നും ഇല്ലാതെയുള്ളൂ. ഓരോരോ മാർക്ക് വയ്ക്കുക, മുഖത്ത് വയ്ക്കുക, അങ്ങനെ വലിയ പ്രയോഗം കിട്ടത് ഈ അതിനെക്കുറിച്ച് പറയാൻ അധികം പറയാണ്ടിരിക്കുക. ഇത് മറ്റുള്ള ആളുകൾക്ക് ഏറെപ്രായ വേണം ഇരിക്കാവുന്നേ കേട്ടു. ഇത് അത്രയും കഴിഞ്ഞ് അവരവിടെ തത്വബോധയുടെ വരവും പ്രതീക്ഷിച്ച് നിങ്ങൾ അവിടെ നിൽക്കുന്ന എഴുത്താണ് ദൂരേത് ഒക്കെ ഒരു വീര നിൽക്കുന്ന രോദനം അവിടെ കേൾക്കുന്നതായി. അയ്യോ രക്ഷിക്കണേ, രാക്ഷസൻ ആകാശമാർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. അവിടെ രക്തവും മാംസവും അകത്തേക്ക് പതിക്കണോ, അവിടെ അനുഗ്രഹിക്കണോ, നിങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ സാധിക്കണില്ലേ? ആരെങ്കിലും രക്ഷിക്കണേ, അവിടെ നിഗ്രഹിക്കണമെന്ന് പറഞ്ഞ നിലവിളിയ. ഈ നിലവിളി കേട്ട് ഞാൻ ദൂരത്ത് കേട്ടോ, എന്താ നോക്കി അവിടുന്ന് ഇരിഞ്ഞ തോഴരെ നോക്കിയപ്പോ തോഴരെ കാണാൻ നോക്കിയപ്പോ തോഴരൻ അവിടെ തന്റെ ഇടല്ലാതെ ഉണ്ട്. എന്താ തോഴരെ പറ്റിയിരിക്കുന്നത്? തോഴരെ എന്താ പറ്റിയ കിടക്കുന്നത്? എന്താ പറ്റിയത്? അങ്ങനെ പരിഭ്രമിക്കുന്നുണ്ടായി എണീക്കുന്നു തോഴരെ. ഞാൻ ഒന്ന് പോയി. അപ്പൊ അങ്ങനെ ഒഴിവാന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഉടനെ എണീക്കോ, ഉടനെ എണീക്കോ. അങ്ങനെ എന്താ ഉടനെ കിടക്കുന്നത്? എത്ര കിടക്കല്ല വേണ്ടത്? ഉടനെ ഇനി കിടന്നാൽ നീതിയുമില്ല. എന്തിനാ പറയണോ? എനിക്ക് തോന്നിയത് ഇപ്പൊ സിദ്ധി കൂടിയിരിക്കും, ശ്വാസത്തിലേക്ക് എത്തിക്കുന്നു. സിദ്ധി കൂടിയിട്ടില്ല, മനസ്സിലായി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്താ വേണ്ടത്? പിന്നെ ഞാൻ കേൾക്കാനുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് മുൻപരിചയില്ല. ഉണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നു. കേൾക്കണമെന്നാണെങ്കിൽ ചില ആളുകൾക്ക് അവർക്ക് വിശിഷ്ടമായിട്ടുള്ള സാധനങ്ങളുടെ സ്പർശം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ അവര് ബോധക്ഷയത്തിന് വളരാൻ രൂപത്തില്ല. കണക്കാക്കി എന്റെ കയ്യിൽ എന്തായാലും സാധനം ഉണ്ട്. അഗാത്രിക ഞാനത് അദ്ദേഹത്തിന്റെ മാനത്തിൽ മാനത്ത് വെക്കണത് എന്റെ സുഖത്തേന്ന് പറഞ്ഞുകൊണ്ട് ചാടി എണീക്കോ. എണീക്കോ മാത്രല്ല, എന്റെ സുഖത്തെ യാത്രികേ നീയും വേർപെട്ടു പോയില്ലോ, നിന്നെ പോലെ ഞാനും ആയില്ലോ യാത്രികേന്ന് പറഞ്ഞ് അവിടെ കിടന്നിട്ടുണ്ട്. വളരെ ഇതേപോലുള്ള ആളുകളൊന്നും ഇങ്ങനെ സഞ്ചേടമില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. അവർക്ക് അനർത്ഥമായിട്ടുള്ള ആളുകൾ കണ്ടാൽ കഷ്ടം. ഇങ്ങനെ വലിയ വലിയ ആളുകൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആരാ? വിജയനാണ്, ഒരു പൂസലും ഇല്ലാത്തവനാ. അങ്ങനെയുള്ള എന്ത് കണ്ടാലും കേട്ടാത്തവനാ. അങ്ങനെയുള്ള ആള് ഇപ്പൊ തന്റെ ഇല്ലാതെ ഇങ്ങനെ കിടന്ന് നിലവിളിക്ക് അയ്യോ ലോകം വിജയൻ 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 എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, യാതൊരു കുരുക്കില്ലാത്തവൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ കഴിഞ്ഞാൽ നന്നല്ല. എന്തിനാ അതിനെ കിടന്ന് നിലവിളിക്കുന്നത്? എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഈ സ്വഭാവം മാറ്റില്ലോ. വളരെ അംഗീകരിച്ചപ്പോ ഈ വൈഷമ്യത്തിന് കാരണമാക്കിയത് ആ സുഭദ്രയെ ഇല്ലാണ്ടാക്കിയോണ്ടല്ലേ, രാക്ഷസൻ ദുർബന്ധിയെ. അതുകൊണ്ട് അവനെ നിഗ്രഹിക്കുക വേണ്ടത്, അല്ലാതെ അവിടെ കിടന്ന് നിലവിളിക്കല്ല വേണ്ടത്. പുറപ്പെടുമെന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ പുറപ്പെടുമെന്ന് പറയേണ്ട താമസം ഓടനോട് ചാടി എണീക്കുന്ന മാത്രമല്ല, പിന്നെ അരി നിലയ്ക്ക് മുറുക്കി ആ ഭൂതത്തിനോട് രാക്ഷസനോടുള്ള യുദ്ധത്തിനുള്ള ഉത്സാഹമായി മാറ്റി പുറപ്പെട്ടു. ആ വില്ലൊക്കെ കുറച്ച് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ വളരെ വരട്ടെ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ ആകെ ചാടി പോകാൻ വരട്ടെ എന്ന് നോക്കിയപ്പോ എപ്പോഴെങ്കിലും ദൂരെന്ന് ആരോ വരുന്നതോടെ ആരാ നോക്കൂ നോക്കിയപ്പോ അത്രഭൂതി പാഞ്ചാലി സുഭദ്രയും കൂടിയുള്ള വളരെ സമാധാനമോ ഇനി യുദ്ധം വേണ്ട, വിവാദീനം എന്തെങ്കിലും എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, അതാ വരുന്നോ അങ്ങനെ പറഞ്ഞ് അവര്
അവിടെ ഒരുമിച്ച് വന്നിട്ടുള്ളത്